ഹായ് ഞാൻ ദീപ. ഇത് തൊട്ട് മുന്നത്തെ ആഴ്ചയിലെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒരു വർക്ക് വീക്ക് ഇൻ മൈ ലൈഫ് അതാണ് ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണ്, തിങ്കളാഴ്ച തൊട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതിനകത്ത് എന്താണ്, രാവിലത്തെ കുക്കിങ്ങോ വീട്ടിലത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഞാൻ ഒരു ശനി ഞായറൊക്കെ ആകുമ്പോഴത്തേക്കും നെക്സ്റ്റ് വീക്ക് പ്ലാൻ ചെയ്യും എന്തൊക്കെയാണ് അടുത്ത ആഴ്ച ചെയ്യാനുള്ളത്. ഒരു വേഗമായിട്ടുള്ളൊരു ഐഡിയ എന്തായാലും കാണും. ഓർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന ദിവസം തീർക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് പ്ലാനിങ് ഒക്കെ കാണുവേ. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇതിന് തൊട്ട് മുന്നേ ഞാൻ ഒരു സാരി ചെയ്തിരുന്നു, ഒരു ഷിഫോണിൻ്റെ സാരിയിൽ എംബ്രോയിഡറി ചെയ്തിട്ട് ഒരു വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ പേയ്മെൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രാവിലെ തന്നെ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ ഉള്ളത്, എനിക്ക് കുറേ നാളായിട്ട് ഒരു ബെഡ്ഷീറ്റിൻ്റെ ഓർഡർ കിട്ടിയിട്ട് ഞാൻ ചെയ്യാതെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെൻ്റെ കസിൻ്റെ തന്നെയാണ്. സോ അതിൻ്റെ ഡിജിറ്റൈസിങ് പരിപാടികൾ, അതായത് തന്നേക്കണ ആ ഒരു പടം അതിനെ നമ്മൾ സ്റ്റിച്ചാക്കി കൺവേർട്ട് ചെയ്യുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഓർഡർ കൺഫേം ആയിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച. അപ്പോൾ ആ ഓർഡറിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാനായിട്ട് പോയതിൻ്റെ ഇടയ്ക്ക് പിന്നെ വന്നിട്ട് എന്താണ്, ഇതിപ്പം ആനിക്കുട്ടി വീട്ടിലുണ്ടായിരുന്നു. തൊട്ട് തലേ ദിവസം തന്നെ എനിക്ക് ഏതൊക്കെ ഓർഡേഴ്സ് എപ്പൊക്കെ കൺഫേം ആവുന്നു അന്നേരം വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വയ്യാതെയാവും. അപ്പോൾ തൊട്ട് തലേന്ന്, അതായത് ഞായറാഴ്ച ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അനന്തപുരിയിൽ ഒബ്സർവേഷനിൽ കിടക്കുകയായിരുന്നു ആനീനെയും കൊണ്ട്. ട്രിപ്പൊക്കെ ഇട്ട് ഭയങ്കര ഛർദിലായിരുന്നു. ഉച്ചയ്ക്ക് നമ്മൾ ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിച്ച ഒരു ബിരിയാണിയാണ് പണി തന്നത്. അവൾ ഛർദിച്ച് വശം കെട്ട് രാത്രി 9 മണിക്ക് ഞങ്ങൾ എടുത്തുകൊണ്ട് ഓടി. പിന്നെ രാത്രി ഒരു 11:30 വരെ ഞങ്ങൾ അനന്തപുരി തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതായിട്ട് പിറ്റേന്ന് നമ്മൾ സ്കൂളിൽ വിട്ടില്ല. അപ്പോൾ കഞ്ഞിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ മെറ്റീരിയലൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ അന്നത്തെ ദിവസം അങ്ങ് ഭയങ്കരമായിട്ട് ക്ഷീണിക്കും. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യണ്ട. അല്ലെ തന്നെ ഒത്തിരി ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ എപ്പോഴും ഓർഡേഴ്സ് എടുക്കുന്നത്. കാരണം ഇതുപോലെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇടയ്ക്ക് നേരിട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ പറ്റുന്നത് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. അപ്പം ഞാൻ ഓർത്തു നമുക്ക് ആ ബെഡ്ഷീറ്റ് അങ്ങ് ചെയ്യാമെന്ന്. അങ്ങനെ ബെഡ്ഷീറ്റിൻ്റെ പരിപാടി ഒരുവിധം ഞാൻ ആ മൺഡേ തന്നെ തീർത്തു. അതൊരു ഫിറ്റഡ് ബെഡ്ഷീറ്റാണ്. ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് തന്നെ ഫിറ്റഡ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് വാങ്ങിച്ചിട്ട് അതിൽ എംബ്രോയിഡറി ചെയ്യുക. അപ്പോൾ അത് ഇപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനെ ഒരു ബെഡ്ഷീറ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ എംബ്രോയിഡറി മെഷീൻ്റെ കാലുണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഈ ഇലാസ്റ്റിക് കയറി കുരുങ്ങിയിട്ട് 2-3 തവണ അതിൻ്റെ അലൈൻമെൻറ്റ് ഫുള്ള് തെറ്റി. അപ്പം എനിക്കിച്ചിരി പണിയായിരുന്നത്. പിന്നെ ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി, അത് ഹൂപ്പ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. എങ്കിൽ പോലും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഇത് ഇടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടൊന്ന് വലിഞ്ഞു കഴിയുമ്പം ഓൾറെഡി തയ്ച്ചേക്കുന്ന ആ ഒരു അലൈൻമെൻറ്റ് അങ്ങ് തെറ്റിപ്പോകും. അതായത് ഇപ്പം നമ്മളൊരു വെള്ള കളർ പൂവാണ് തയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ നടുക്കുള്ള ഇപ്പം മജന്ത കളറ് ഈ മൊട്ടല്ലല്ലോ ഈ പൂമ്പൊടി തയ്ച്ച് വരുമ്പോഴത്തേക്കും വെള്ളേന്ന് മാറിയിട്ട് ആയിരിക്കും പിന്നെ അത് തയ്ക്കുന്നത്. അതായത് അതിൻ്റെ അലൈൻമെൻറ്റ് ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ, മെഷീനൊരു ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അലൈൻമെൻറ്റ് അങ്ങ് മാറിപ്പോവും. അപ്പോൾ അത് പിന്നെ അത് ശരിയാക്കി എടുക്കലൊക്കെ ആയിരുന്നു കുറച്ച് നേരത്തേക്ക് ചൊവ്വാഴ്ച രാവിലത്തെ പണി എന്ന് പറയുന്നത്. പിന്നെ അത് അവിടെ സൈഡിൽ തയ്ക്കാനിട്ടിട്ട് ഞാൻ പതുക്കനെ നമ്മുടെ ഓർഡറിന് വേണ്ടിയിട്ടുള്ള, അതായത് എനിക്കൊരു ഗൗണാണ് തയ്ക്കാനുണ്ടായിരുന്നത്. ആ ഗൗണിൻ്റെ കട്ടിങ്ങും പിന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ സാധാരണ ഞാൻ എപ്പോഴും ഒത്തിരി സമയം എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇപ്രാവശ്യം തൊട്ട് കുറച്ചൊന്ന് സ്പീഡപ്പ് ചെയ്യണം. അതായത് ഭയങ്കര ലാവിഷായിട്ട് സമയം എടുക്കണ്ട, കുറച്ചൊരു ടൈറ്റായിട്ട്, അതായത് നമുക്കൊരു ദിവസം കൊണ്ട് തന്നെ ഒരു ഫ്രോക്കൊക്കെ തയ്ച്ച് തീർക്കാമെങ്കിലും എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് ടോപ്പ് മാത്രം തയ്ക്കും, പിന്നെ ബോട്ടം പിറ്റേന്നായിരിക്കും തയ്ക്കുന്നത്, പിന്നെ പിന്നെ ആയിരിക്കും തയ്ക്കുന്നത്. അങ്ങനെ വളരെ സമയം എടുത്ത് ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് സ്പീഡപ്പ് ആക്കണമെന്ന് ഈ പ്രാവശ്യം തൊട്ട് ഇനി അങ്ങോട്ട് കുറച്ച് സ്പീഡപ്പ് ആക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം റെസ്റ്റ് ഒന്നും എടുക്കാണ്ട് തന്നെ ഞാൻ ആ ഒരു വർക്ക് വൈകിട്ടത്തേക്കായപ്പം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇതൊരു 5 വയസ്സുകാരിയുടെ ഒരു ഗൗണാണ്. അപ്പം അവർ പറഞ്ഞിരുന്നത് സ്റ്റിഫ് നെറ്റ് ഒന്നും വെക്കണ്ട, കാരണം കുഞ്ഞിനത് കുത്തിക്കൊള്ളും. അപ്പം അതുകൊണ്ട് വളരെ ക്യാൻ നെറ്റ് ഒന്നും വെക്കാണ്ടാ ചെയ്തത്. പിന്നെ
ഇത്തവണ ഞാൻ സാറ്റിനാണ് അതിൻ്റെ ഗൗൺ എന്ന് പറയുന്നത്. എന്നിട്ട് അതിൻ്റെ ലൈനിങ് വന്നിട്ട് കോട്ടൺ ലൈനിങ് വെച്ചില്ല, ഞാനൊരു ക്രേപ്പ് ലൈനിങ് തന്നെയാണ് കൊടുത്തത്. കാരണം കുഞ്ഞിന് ഈ കോട്ടൺ ആണേ പോലും കുത്തിക്കൊള്ളും. ഇപ്പം എൻ്റെ കുഞ്ഞൊക്കെ പറയുന്ന കോട്ടൺ ആണേ പോലും അവർക്ക് കുത്തിക്കൊള്ളും. അവർക്കൊരു സുഖം എന്ന് പറഞ്ഞാൽ ക്രേപ്പ് ലൈനിങ് ആ കേട്ടോ. അപ്പം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ക്രേപ്പ് ലൈനിങ് എന്ന് പറയുമ്പോൾ ചൂടെടുക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷെ പിള്ളേർക്ക് എനിക്ക് തോന്നുന്നത് ഇഷ്ടമാണെന്ന് തോന്നും. അപ്പം ഇതൊരു ബോക്സ് ടൈപ്പിൽ ഉള്ള ഒരു അംബ്രല്ല പോലെ വന്നിട്ട് ബോക്സ് ടൈപ്പിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു ഗൗണിൻ്റെ അവർ തന്നത്. അപ്പോൾ അതുപോലെ വെട്ടി കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം കുറച്ച് അക്ഷയയിലും ഒക്കെ പോകാനുണ്ടായിരുന്നു. അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവളുമായിട്ട് കുറച്ച് കറക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊരു മുത്തും കൂടെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ മുത്തും കൂടെ വാങ്ങിക്കാൻ പിന്നെ ചാല, പാളയം ആ ഏരിയ എല്ലാം കറങ്ങിയിട്ടാണ് പിന്നെ ഞാൻ വന്നിട്ട് രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ ബാക്കി പണിയും കൂടെ തീർത്ത് വയ്ക്കാമെന്ന് കരുതി. പക്ഷെ തീർന്നില്ല കേട്ടോ. ഞാൻ ഒരുവിധം മുത്ത് തയ്ക്കാനുണ്ടായിരുന്നെല്ലാം നമുക്ക് ഹാഫ് ബീഡ്സാണ് കിട്ടിയത്. ഹാഫ് ബീഡ്സ് ഒരെണ്ണം കിട്ടിയ അതിൻ്റെ കറക്റ്റ് കളറല്ലായിരുന്നു. പിന്നെ ഞാൻ വേറെ അല്ലാണ്ട് പോയിട്ട് ചാലയിൽ നിന്ന് തന്നെയാണ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള മുത്ത് വാങ്ങിച്ചത്. പിന്നെ അത് ഞാൻ കൈകൊണ്ട് തയ്ച്ച് പിടിപ്പിക്കുമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ കുറച്ച് ഈ ഫ്ലവറിൻ്റെ പെറ്റൽസും കൂടെ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അത് ഈ സാറ്റിനിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വെച്ച് കൈയുടെ ഷോൾഡർ വശത്ത് വരത്തക്ക രീതിയിൽ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയും അന്ന് ചൊവ്വാഴ്ച തന്നെ ഞാനതങ്ങ് തീർത്തു. അപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കും എന്നെനിക്ക് മനസ്സിലായി. എന്നിട്ട് പിന്നെ ബുധനാഴ്ച രാവിലെയൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ഹെഡ് ബാൻഡും വേറെ കുറച്ച് പരിപാടികൾ, അതിൻ്റെ ഇങ്ങേ സൈഡിലെ ഷോൾഡറിൽ കുറച്ച് വീതിക്ക് പൂ പോലെ ഇങ്ങനെ പ്ലീറ്റ് എടുത്തിട്ട് വെക്കാനുണ്ടായിരുന്നു. അതും കൂടെ ചെയ്തിട്ട് ഞാൻ പിന്നെ ഫോട്ടോയൊക്കെ എടുക്കുവാണ് രാവിലെ തന്നെ. അപ്പോൾ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഫോട്ടോയൊക്കെ എടുത്ത്, ഫോട്ടോ എടുത്താൽ പോരല്ലോ, അത് എഡിറ്റ് ചെയ്യണം, പിന്നെ അതിൻ്റെ റീൽ ഉണ്ടാക്കണം. അതൊക്കെയാണ് ഏറ്റവും വലിയ തൊല്ല, അല്ലെങ്കിൽ സമയം പോകുന്നത്. എനിക്ക് ശരിക്കും തയ്ക്കുക എന്നുള്ളതിനെക്കാട്ടിലും ഇത് കസ്റ്റമർക്ക് അയക്കുക, അതിന് മുന്നേ ഉള്ള പരിപാടികളാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത്. അപ്പം ഞാൻ അത് കസ്റ്റമറിന് അയച്ചപ്പോൾ പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അതായത് ഭയങ്കര ഒരു ഫ്ലെയർ ആയിട്ടൊന്നും ഇല്ലായിരുന്നു ഈ ക്യാൻ നെറ്റ് വെക്കാത്തതുകൊണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരി എൻ്റെ അടുത്ത് ക്യാൻ നെറ്റ് സെപ്പറേറ്റ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ആ കയ്യിൽ വെച്ചേക്കുന്ന പൂവാണെങ്കിലും ഭയങ്കര വലുതായിപ്പോയി. അപ്പോൾ അത് ചെറുതാക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അന്നത്തെ ദിവസം മൊത്തം പിന്നെ ഞാനത് അഴിച്ചു പണിയലായിരുന്നു ആ ദിവസം മൊത്തം. പിന്നെ ഇത് പിറ്റേന്നത്തെയാണ് ഈ കാണിക്കുന്നത്. അതായത് ഓൾട്രേഷൻസ് എല്ലാം ചെയ്ത് ക്യാൻ നെറ്റും ചെയ്തു. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ, ഇതിപ്പം ഒരു റാപ്പ് അറൗണ്ട് സ്കേർട്ട് പോലെ ഒരു ക്യാൻ നെറ്റാണ് ഞാൻ ചെയ്തത്. അതാണ് കുറച്ചും കൂടെ എളുപ്പം. ഞാനിപ്പം ഒത്തിരി പേർക്കായിട്ട് ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യുന്ന ക്യാൻ നെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ റാപ്പ് അറൗണ്ട് ആയിരിക്കും കുറച്ചും കൂടെ ബെറ്റർ എന്ന് വെച്ചിട്ട് അത് ചെയ്തു. എന്നിട്ട് അതുപോലത്തെ ചെയ്യാമെന്നുള്ള ഒരു റീലും കൂടെ ഞാൻ പ്രിപ്പയർ ചെയ്തു. പിന്നെ അത് ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചപ്പോൾ കസ്റ്റമറിന് ഓക്കെ ആയി, അവർ പേയ്മെൻറ്റും ചെയ്തു. അപ്പോൾ ഞാനതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അത് കൊറിയർ അയക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്കത് കൺഫേം ചെയ്ത് കിട്ടിയത്, അതായത് ഓക്കെ ആണ്, എൻ്റെ പേയ്മെൻ്റ് എല്ലാം കൺഫേം ആയത് 1-1:30 മണി കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ നമുക്കിവിടെ സ്പീഡ് പോസ്റ്റ് വഴിയാണ് ഞാൻ അയക്കുന്നത്. അത് 2 മണി വരെ ഉള്ളൂ എൻ്റെ ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്നത്തേക്ക് എടുക്കും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പിറ്റേന്ന് തന്നെ പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ തന്നെ ഞാനത് കൊറിയർ അയക്കാനായിട്ട് പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബെഡ്ഷീറ്റും അത് ഒരുവിധം തീർത്തിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ ഫോട്ടോ ഒന്നും എടുത്ത് അയക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ കൊറിയർ അയച്ചിട്ട് വന്നിട്ട് പിന്നെ ബെഡ്ഷീറ്റ് അയൺ ചെയ്യലായിരുന്നു പരിപാടി. ഇത് ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആയതുകൊണ്ടേ നമുക്ക് നോർമലി അയൺ ചെയ്യുന്ന പോലെ അയൺ ചെയ്യുമ്പോൾ അതുകൊണ്ട് ശരിയാവുന്നില്ല. അപ്പം ഈ ഗാർമെൻറ്റ് സ്റ്റീമർ വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അതുമല്ല, ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് നോർമൽ അയൺ വെച്ച് തേപ്പോട്ടി വെച്ച് തേക്കുമ്പം അതങ്ങോട്ട് കറക്റ്റ് ചൂട് ഒന്നെങ്കിൽ കരിഞ്ഞു പിടിക്കും, അല്ലെങ്കിൽ പിന്നെ അത് ചുളിവൊന്നും വരത്തില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഈ ഗാർമെൻറ്റ് സ്റ്റീമർ കൊള്ളാം. അപ്പം ഞാൻ ഇത്രയും നാളത് യൂസ് ചെയ്യാതെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നു. നമ്മൾ ഈ ഡ്രസ്സിന്, പിള്ളേരുടെ ഡ്രസ്സ് മുത്തും തൊങ്ങലും ഒക്കെ ഉള്ള ഡ്രസ്സ് മാത്രമേ ഞാനിത് വെച്ച് ചെയ്യത്തുള്ളായിരുന്നു. പക്ഷേ ഇത് വെച്ച് നമുക്ക് സാരിയും ചെയ്യാം കേട്ടോ. തൊട്ട് മുന്നേ ഞാൻ ചെയ്ത സാരി ആണെങ്കിലും ഷിഫോൺ സാരി ആണെങ്കിലും നമുക്ക് മുത്തും കല്ലും എംബ്രോയ്ഡറി എല്ലാം ചെയ്തിട്ട് തേപ്പോട്ടി വെച്ച് തേക്കാൻ ഭയങ്കര പേടിയായിരുന്നു. അപ്പം ഞാൻ ഇത് വെച്ചിട്ടാണ് സാരി ഫുൾ അയൺ ചെയ്തെടുത്തത്. നല്ല സ്മൂത്തായിട്ട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിതിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെട്ടു. അപ്പം ഞാനത് പാക്ക് ചെയ്ത് വെച്ചു.
പാക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ പുള്ളിക്കാർ കൺഫേം ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് തന്നെ വെള്ളിയാഴ്ച തന്നെ ഞാൻ വീണ്ടും പോസ്റ്റ് ഓഫീസിലേക്ക് പോയി കൊറിയറും അയച്ചു. ആ പരിപാടി അങ്ങ് തീർത്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം എനിക്ക് വേറെ കുറച്ച് യാത്രകളും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കലായിരുന്നു. വെള്ളിയാഴ്ച ഏതാണ്ട് ഒരു ഹോളിഡേ മൂഡായിരുന്നു. പണികളെല്ലാം തീർന്ന്, അതായത് ഓർഡർ വന്ന പരിപാടികളെല്ലാം തീർന്നു. ഈവൻ ഞാൻ സാധാരണ ഒരു ഓർഡർ കിട്ടിയ ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ അത് ചെയ്ത് തീർക്കത്തുള്ളൂ. കാരണം വളരെ ലാവിഷായിട്ട് സമയം എടുത്തിട്ടൊക്കെ ചെയ്യും. ഞാനിപ്പം കുറച്ചും കൂടെ സ്പീഡ് ആക്കിയിട്ടുണ്ട്. അല്ലെ തന്നെ ഞാൻ ഇപ്പം ഒരു 10-ാം തീയതി പറഞ്ഞാൽ അത് 5-ാം തീയതി കൊടുക്കുന്ന ഒരു ടൈപ്പ് തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ സ്പീഡാക്കിയിട്ടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതിനുശേഷം ഇനിയിപ്പം എൻ്റെ പരീക്ഷണങ്ങളാണ് നെക്സ്റ്റ് വീക്ക്. ആനിക്ക് വേണ്ടിയിട്ട് 2 ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ടീഷർട്ട് എംബ്രോയ്ഡറി ചെയ്ത് എങ്ങനെ ഇരിക്കും എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് ടവൽ മേടിച്ചു. സാരി മേടിച്ചു. ഒരു നല്ല രസമുള്ളൊരു പച്ച കളർ സാരി. അപ്പോൾ ആ സാരിക്ക് അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി അത് വെച്ച് കുറച്ച് പരീക്ഷണങ്ങൾ അടുത്ത ആഴ്ച ചെയ്യാമെന്നാണ്. അപ്പോൾ വേറെ ഓർഡേഴ്സൊന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ ആയിരിക്കും നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീക്ക് ഇൻ മൈ ലൈഫ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് നമ്മുടെയൊക്കെ ഒരു ലൈഫ് ഇങ്ങനെയാണ് പോകുന്നത്. ഇതിനിടയ്ക്ക് അല്ലാണ്ട് പിള്ളേരുടെ സ്കൂളിൻ്റെ കാര്യം, വീട്ടിലെ കാര്യം ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതാണ് എൻ്റെ ഊർജ്ജം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അടുത്ത വീഡിയോ നമുക്ക് കാണാം.